സോ ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു എനി വീഡിയോ. കുറേ ഇപ്പോൾ ഫുൾ വീഡിയോസും കാര്യങ്ങളായിട്ട് കണ്ടിട്ട് കുറച്ച് തിരക്കി പെട്ടുപോയി. എൻ്റെ മാക്സിമം ഞാൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോസ് ഇവിടെ ട്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്ന് നോക്കുകയാണെങ്കിൽ നമ്മുടെ ബ്രാൻഡ് ന്യൂ TVS RTX 300 ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അത് എടുക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ അത് എടുക്കണോ വേണ്ടയോ, എപ്പോൾ എടുക്കണം, എങ്ങനെ എടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. സോ ഒരുപാട് ടൈം വൈപ്പിക്കുന്നില്ല, ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. സോ ഗൈസ്, അപ്പോൾ നമ്മുടെ TVS Apache RTX 300 സ്പെസിഫിക്കേഷനെ പറ്റി നോക്കുകയാണെങ്കിൽ ഒരു സിംഗിൾ സിലിണ്ടർ 299cc എഞ്ചിൻ വിത്ത് 35.5 bhp പവറും അതേപോലെ തന്നെ 28.5 ന്യൂട്രോമീറ്റർ ഓഫ് ടോർക്ക് വിത്ത് 6 സ്പീഡ് ഗിയർ ട്രാൻസ്മിഷനോടെയാണ് ഈ ഒരു വണ്ടി വന്നിട്ടുള്ളത്. ഓക്കെ, കമ്പനി അവകാശപ്പെടുന്നത് വന്നിട്ട് നോക്കുകയാണെങ്കിൽ ഒരു 30 to 32 km/L ആണ് ഫ്യൂവൽ എക്കണോമി കമ്പനി അവകാശപ്പെടുന്നത്. അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കത്തി മുത്തിയൊക്കെ ഇരിക്കും. അതേപോലെ തന്നെ ഇഷ്ടംപോലെ പൂത്തിരി ഫീച്ചേഴ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. ട്രാക്ഷൻ കൺട്രോൾ, ഡുവൽ ചാനൽ ABS, ക്രൂയിസ് കൺട്രോൾ, TFT ഡിസ്പ്ലേ, വലിയ സ്ക്രീന്, ഇഷ്ടംപോലെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ബട്ട് ഓക്കെ, നമ്മളിവിടെ മെയിൻ പോയിന്റ് ശ്രദ്ധിക്കേണ്ടത് ഈ ഫീച്ചേഴ്സും കാര്യങ്ങളും ലുക്സും എല്ലാം ഒരു സൈഡ്. ഓക്കെ, ഒരു പകുതി വരെ നമുക്ക് പ്രയോറിറ്റൈസ് ചെയ്യാം. ഇനി ഞാൻ ഈ വണ്ടി എടുക്കാൻ പോണവരുടെ അടുത്ത് എടുക്കേണ്ട പറയുന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ധൈര്യത്തിൽ പോയി എടുത്തോളൂ. ബട്ട് ഇറ്റ്സ് എ കംപ്ലീറ്റ്ലി ന്യൂ എഞ്ചിനാണ്. ഓക്കെ, ഒരു പുതിയൊരു എഞ്ചിനാണ് അവർ നമ്മുടെ ഒരു വണ്ടിക്ക് കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ നോക്കുകയാണെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ റിവ്യൂസും കാര്യങ്ങളൊക്കെ നമുക്ക് വലിയ രീതിക്കൊന്നും ഒരു പിടുത്തം ഉണ്ടാവില്ല. ഈ അവർ പറയുന്ന സ്പെസിഫിക്കേഷൻസ് മാത്രമേ നമുക്ക് എന്താണ് ഇപ്പോൾ വിശ്വസിക്കാൻ പറ്റത്തുള്ളൂ. അത് കഴിഞ്ഞ് നമ്മുടെ യൂസേജ് ആൻഡ് പർപ്പസിനനുസരിച്ചിട്ട് എന്തൊക്കെ കോലങ്ങൾ വരുന്ന ഒരു പിടുത്തവും പറയാൻ പറ്റില്ല. ഓക്കെ, പിന്നെ നമ്മുടെ TVS വന്നിട്ട് ഈ ഒരു പ്രൈസിങ്ങിൽ ഈ ഒരു വണ്ടി വിടാൻ മെയിൻ റീസൺ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് അവർ പിടിക്കണം. ഓക്കെ, ഈ ഒരു അഡ്വഞ്ചർ സെഗ്മെൻറ്റ് ഇന്ത്യയിൽ അവർ പിടിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇത്രയും ലോവസ്റ്റ് പ്രൈസിങ്ങിൽ, അതായത് ഒരു 1.99 lakhs എക്സ് ഷോറൂം പ്രൈസിങ്ങിൽ ഇവർ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. പക്ഷേ ആ ഒരു സൈഡ് പോയി നോക്കുകയാണെങ്കിൽ എന്തായാലും ഒരു സർവീസ് സൈഡിൽ നിന്ന് അതിൻ്റെ റിട്ടേൺസ് പിടിക്കാണ്ടിരിക്കത്തില്ല. ഓക്കെ, പിന്നെ TVSൻ്റെ ഒരു ഡ്രോബാക്ക് എന്ന് ഒരുപാട് പേര് പറയുന്നതും ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അവരുടെ സ്പെയർസിൻ്റെ ഷോർട്ട്സ് അവൈലബിലിറ്റിയും അതേപോലെ തന്നെ ഷോർട്ട് സ്റ്റോക്കേജും. ഓക്കെ, അതായത് സ്പെയറും കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് പോയാൽ കിട്ടാറില്ല, അടുത്ത ആഴ്ച പിന്നെ കിട്ടിക്കഴിഞ്ഞാൽ റേറ്റ് ഒരുപാടാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. സോ നിങ്ങളുടെ അഭിപ്രായം ഇതിലെന്താണെന്ന് താഴെ കമൻറ്റ് ചെയ്ത് വെക്കുക. പിന്നെ ഗൈസ്, ഈ ഒരു വണ്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കാണാനും കുഴപ്പമില്ല, ലുക്ക് വൈസ് എന്താണ് ഒരു ബീസ്റ്റ് ലുക്ക് തന്നെയാണ് തന്നിട്ടുള്ളത്. ബട്ട് ഓക്കെ, ഒരു എക്സാമ്പിളായിട്ട് ഞാൻ പറയാം, നമ്മുടെ ഹിമാലയൻ്റെ ലേറ്റസ്റ്റ് മോഡൽ വന്നിട്ടുണ്ടായിരുന്നു. അതിനെക്കാട്ടിലും ഇപ്പോഴും ഒരുപാട് പേർക്ക് ഇഷ്ടം നമ്മുടെ ഹിമാലയയുടെ റോ ആയിട്ടുള്ള പഴയൊരു ഫസ്റ്റത്തെ മോഡലാണ്. പിന്നെ അതേപോലെ തന്നെയാണ് ഹിമാലയയുടെ പുതിയ മോഡൽസിൻ്റെ ബിൽഡ് ക്വാളിറ്റി പോരാന്നും ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു പഴയ ഹിമാലയൻ്റെ ബിൽഡ് ക്വാളിറ്റി ഫെയിൽ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന്. അതേപോലെ തന്നെയാണ് നമ്മുടെ ഈ ഒരു പുതിയ വണ്ടി ഇറങ്ങിയ കേസിലും ഒരിക്കലും കണ്ണടച്ച് ഒരു വണ്ടിനും അങ്ങനെ വിശ്വസിക്കരുത്. കുറച്ച് റിവ്യൂസ് ഒക്കെ കഴിഞ്ഞിട്ട് എടുക്കാൻ പ്ലാൻ ഇടുക. നമ്മുടെ അടുത്തതായിട്ടുള്ള കാര്യം നോക്കുകയാണെങ്കിൽ മെയിൻ ആയിട്ടുള്ള സൈഡ് നമ്മുടെ എൻജിൻ സൈഡാണ്. ഓക്കെ, ഇഷ്ടംപോലെ മത്താപ്പ് പൂത്തിരി ഫീച്ചേഴ്സ് ഉണ്ട് പറഞ്ഞിട്ട് ചാടിക്കഴി ഇറക്കാൻ നിൽക്കേണ്ട. എൻജിൻ റിലയബിലിറ്റി എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ ഹോണ്ട ആൻഡ് യമഹ. ഓക്കെ, എനിക്ക് പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബ്രാൻഡിങ് ഉണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്ത് വയ്ക്കുക. ഹോണ്ട ആൻഡ് യമഹ സൈഡ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. ഓക്കെ, ഒന്നുകൂടി പറയാം, എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. സോ നമ്മുടെ ഹോണ്ട ആൻഡ് യമഹയുടെ സൈഡ് നോക്കുകയാണെങ്കിൽ പ്യുവർ ഒരു ജപ്പാൻ ബീസ്റ്റാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. എൻജിൻ്റെ റിഫൈൻമെൻ്റ് ആണെങ്കിലും സ്മൂത്ത്നെസ് ആണെങ്കിലും റിലയബിൾ ആയിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. ഓക്കെ, നിങ്ങൾക്ക് എത്ര പേർക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടെന്നുള്ളതും താഴ്ന്ന് കമൻറ്റ് ചെയ്ത് വയ്ക്കുക. ഒരു കാര്യം പറയാം, നമ്മുടെ പേജിക്ക് ഫസ്റ്റ് ആയിട്ട് വരുന്നവരുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പവർ കാണിക്കുക, അതൊക്കെ അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഗൈസ് എൻജിൻ സൈഡ് നോക്കണം. കാരണം നമ്മൾ ഫീച്ചേഴ്സ് മാത്രം നോക്കിയിട്ട് കാര്യമില്ല. ഡെയിലി ടൈം യൂസേജിൽ ഫീച്ചേഴ്സ് നമുക്ക് ശരിയാണ് ഒരു മാൻഡറ്ററി ചീസ് ആയിരിക്കാം. പക്ഷെ വന്ന് നോക്കുകയാണെങ്കിൽ ഒരു ലോങ് ടേം പർപ്പസിക്ക് വന്ന് നോക്കുമ്പോൾ എപ്പോഴും എൻജിൻ റിലയബിലിറ്റിയാണ് മസ്റ്റായിട്ട് ചെക്കൗട്ട് ചെയ്യുന്നത് കേട്ടോ. സോ ഗൈസ്, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്നപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ടോ ഞാൻ TVSൻ്റെ എതിരാളിയാണോ, ഇല്ല ഈ വണ്ടിനെ ഫുള്ള് കുറ്റം പറയാൻ വേണ്ടി വീഡിയോ ഇട്ടാണോ എന്ന്? അല്ല. ഓക്കെ, ഒരു സൈഡ് നോക്കുകയാണെങ്കിൽ ഒരു 1.99 lakh എക്സ് ഷോറൂം പ്രൈസിൽ ഒരു 300cc ബൈക്ക്, അത് കംപ്ലീറ്റ്ലി ഒരു അഡ്വഞ്ചർ ടൂറർ വിത്ത് ഇഷ്ടംപോലെ ഫീച്ചേഴ്സും കൊടുത്തിട്ടുണ്ട്. മൈലേജ് എക്കണോമി നോക്കുകയാണെങ്കിൽ 30 പറയുന്നുണ്ട്. ഓക്കെ, സോ നമ്മുടെ യൂസേജിന് വന്ന് നോക്കുകയാണെങ്കിൽ 40 to 45 സുഖമായി കിട്ടാൻ ചാൻസസ് ഉണ്ട്. ഓക്കെ, സോ ഇതിൻ്റെ പോസിറ്റീവ് സൈഡ്സും ഉണ്ട്. പക്ഷേ പുതിയൊരു വണ്ടിയായത്, പുതിയൊരു എഞ്ചിനാണിത്. അതുകൊണ്ട് തന്നെ കണ്ണടച്ചെടുത്തിട്ട് ഒരുപാട് പേര് പോയി പ്രശ്നത്തിൽ പെടണ്ട. ഓക്കെ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പുതിയ എക്സ്പ്രസ് 210 ലോഞ്ച് ചെയ്യപ്പോൾ എല്ലാവരും ഒരുപാട് ഹാപ്പിയായി ചാടിക്കയറി എടുത്തു. പക്ഷേ എടുത്തതിന് ശേഷം ഒരുപാട് ഇഷ്യൂസൊക്കെ വന്നിട്ടുണ്ട്. ടാപ്പ് ആൻഡ് നോയ്സ്, ഹെഡ് നോയ്സ് പറയുന്ന പോലെ ഒരുപാട് ഇഷ്യൂസ് വന്നു, ഹീറ്റിംഗ് ഇഷ്യൂ വന്നു. ഓക്കെ, അതൊക്കെ അവർ കമ്പനി റിസോൾവ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എഞ്ചിൻ വാറണ്ടിയിൽ. ബട്ട് എന്നാലും നമ്മളൊരു ആശിച്ച് ഒരു പുതിയ വണ്ടി എടുത്ത്, എല്ലാവരുടെ കാര്യമല്ല പറയുന്നത്, ഒരു ആവറേജ് മിഡിൽ ക്ലാസ് ലെവലിലൊക്കെ വരുന്നവരൊക്കെ ആണെങ്കിൽ ഒരു ആഗ്രഹിച്ചിട്ടായിരിക്കും ഒരു വണ്ടി എടുക്കുക. ആ വണ്ടി എടുത്തിട്ട് അതിൽ പണി വന്ന് ഷോറൂമിൽ കയറി ഇറങ്ങി പൈസ പൊട്ടി അങ്ങനെയൊക്കെ ഒരുപാട് ഇഷ്യൂസ് ആയി കഴിഞ്ഞാൽ മെൻ്റലി ആൻഡ് ഫിസിക്കലി അവർ നന്നായി തളർത്തും അത്. ഓക്കെ, സോ അതുകൊണ്ടൊക്കെയാണ് പറയുന്നത് വണ്ടി എടുക്കാൻ പ്ലാനിങ് ഉണ്ട്. ഓക്കെ, എന്താ പറഞ്ഞാൽ ലൈക്ക് ഒന്ന് കുറച്ച് വെയിറ്റ് ചെയ്യുക. ഓക്കെ, പയ്യെ തിന്ന പനിയും തിന്ന, അങ്ങനെയാണല്ലോ പൊതുവേ ഈ ഒരു പഴഞ്ചൊല്ല് വന്നിട്ടുള്ളത്.
അപ്പോൾ ജസ്റ്റ് എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യുക. ഓക്കെ, കുറച്ച് പേര് വണ്ടിയൊക്കെ എടുത്തൊന്ന് വരട്ടെ, അതിൻ്റെ റിവ്യൂസും കാര്യങ്ങളൊക്കെ വരട്ടെ, അതിൻ്റെ സൈഡ് വൈസും അതേപോലെ തന്നെ പ്രാക്ടിക്കാലിറ്റിയിലും എങ്ങനെയൊക്കെയാണ് ആ ഒരു വണ്ടി പെർഫോം ചെയ്യുന്നത് നോക്കുക, ഡെയിലി യൂസേജ് പറ്റിയ വണ്ടിയാണെന്ന് നോക്കുക. അപ്രോക്സിമേറ്റ്ലി ഡെയിലി ഒരു 300cc ബൈക്ക് ഡെയിലി യൂസിനുള്ളതല്ല, ബട്ട് എന്നാലും എല്ലാവർക്കും 2 വണ്ടിയൊന്നും എടുക്കാൻ പറ്റണം, അല്ലെങ്കിൽ വേറെ വീട്ടിൽ വണ്ടി ഉണ്ടാകണമെന്നൊന്നുമില്ല. ചിലപ്പോൾ ഉള്ള വണ്ടി കൊടുത്തിട്ടായിരിക്കും ആ വണ്ടി എടുക്കാൻ പ്ലാനിങ് ഉണ്ടാവുക. ഓക്കെ, സോ ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്നത് നമ്മുടെ ഹോണ്ട NX200 ആണ്. എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു വണ്ടിയാണ്. ഡെയിലി യൂസേജ് തന്നെ അപ്രോക്സിമേറ്റ് സുഖമായിട്ട് 50 കിലോമീറ്റർ ഫ്യൂവൽ എക്കോണമി കിട്ടുന്നുണ്ട്. ഹൈവേസിലാണെങ്കിലും 55 ആ റേഞ്ചിലും സുഖമായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. ഞാൻ ഈ ഒരു വണ്ടി എടുത്തപ്പോൾ ഒരുപാട് പേര് പറയുന്നുണ്ട് വേസ്റ്റ് ഓഫ് മണിയാണ്, അതാണ് ഇതാണ് എല്ലാം. ഞാനൊരു കാര്യം പറയാം, ഒരുപാട് പേര് എന്തൊക്കെയോ പറഞ്ഞോട്ടെ. ഓക്കെ, എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ എന്താണ് ഒരു ബിഗിനർ ലെവൽ, എൻട്രി ലെവൽ അഡ്വഞ്ചർ ടൂറർ പ്ലസ് ഡെയിലി യൂസേജിന് പറ്റുന്നുണ്ട്, നല്ല മൈലേജും ഉണ്ട്. ഹോണ്ട ഏതുകൊണ്ട് എന്താണ് പേടിക്കാറുണ്ട്, റിഫൈൻഡ് എഞ്ചിനാണ്, റിലയബിൾ ആണ്, സർവീസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഓക്കെ, ഉള്ളതിൽ തന്നെ മൊത്തത്തിൽ വെച്ച് നോക്കുമ്പോൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് സർവീസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രാൻഡിങ് ആണ് നമ്മുടെ ഹോണ്ട. ഒരുപാട് കത്തി റേറ്റിംഗ് ഒന്നുമല്ല, ആർക്കാണെങ്കിലും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് എല്ലാം കൊടുത്തിട്ടുള്ളത്. ഒരു ഓൾറൗണ്ടർ ബൈക്കായിട്ട് നമുക്ക് ഇതിന് കാണാൻ പറ്റുന്നുണ്ട്. എൻ്റെ യൂസേജിന് മാക്സിമം ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. ഓക്കെ, നിങ്ങൾക്ക് ഈ വണ്ടി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ NX200 പോയി ഓടിച്ച് നോക്കുക, ഇഷ്ടപ്പെട്ട എടുക്കുക. ഡെയിലി യൂസേജിനും പറ്റുന്നുണ്ട്. ടൂറിംഗ് ആണെങ്കിൽ ഓക്കെ, സ്ലൈറ്റ്ലി ഓഫ് റോഡ് കാര്യങ്ങൾ ചെയ്യുക. പക്ക ഓഫ് റോഡ് അടിക്കണമെങ്കിൽ അതിനനുസരിച്ചിട്ട് ഹൈറ്റ് ഇൻക്രീസ് ചെയ്യുക. ഓക്കെ, അങ്ങനെ ഒരുപാട് ആൾട്രേഷൻസ് കാര്യങ്ങളൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് ഓഫ് റോഡൊക്കെ ചെയ്യാം കേട്ടോ. ഓക്കെ, ഒരുപാട് പവറൊന്നും പ്രതീക്ഷിക്കേണ്ട, ഒരു എൻട്രി ലെവൽ പവർ പ്രതീക്ഷിച്ചെടുക്കുകയാണെങ്കിൽ 100% നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒക്കെ ഇത്രയൊക്കെ ഉള്ളൂ. ജസ്റ്റ് എന്താണ് പുതിയൊരു വണ്ടി ലോഞ്ച് ചെയ്തപ്പോൾ ചാടിക്കറി എടുക്കണം എന്നൊക്കെ ഒരുപാട് പേര് പറഞ്ഞപ്പോൾ അതിനനുസരിച്ച് ഒരു വീഡിയോ ചെയ്യണമെന്ന് ഇപ്പോൾ വിചാരിച്ചു, അത്രേ ഉള്ളൂ. അപ്പോൾ ഗൈസ്, പിന്നെന്താണ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാത്തതുണ്ടെങ്കിൽ മറക്കാണ്ട് ഫോളോ ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ എന്താണ് ലിങ്ക് പിൻ ചെയ്ത് വെച്ചേക്കാം. പിന്നെന്താണ് നമ്മുടെ പേജ് സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പവർ വരട്ടെ. അപ്പോൾ ഗൈസ്, അടുത്ത വീഡിയോയിൽ കണ്ടുവരെ. സ്റ്റേ സേഫ്, റൈഡ് സേഫ്.